ചെർപ്പുളശ്ശേരി ഹെൽത്ത് പോയിന്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സമഗ്രമായ കൌമാര ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചെർപ്പുളശ്ശേരി ഹൈസ്കൂളിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ജംഷിയ KT ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരിയിൽ മികച്ച ആരോഗ്യ പരിചരണം നൽകുന്നതോടൊപ്പം തന്നെ വളരെ വ്യത്യസ്തമായ ആശയങ്ങളും പ്രോഗ്രാമുകളും ജനങ്ങളിലേക്ക് എത്തിച്ച് പ്രവർത്തിക്കുന്ന ഹെൽത്ത് പോയിന്റ് ക്ലിനിക് ആരോഗ്യകരമായ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആദ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. പരിപാടി ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ജംസിയ KT ഉദ്ഘാടനം ചെയ്തു. നമ്മള് ഈ ഒരു ഏജിലാണ് നമുക്ക് കൂടുതൽ മാനസിക സംഘർഷമൊക്കെ ഇപ്പൊ പുതിയ കണക്കും പഠനമൊക്കെ പറയുന്നത് അല്ലെ. അഡോളസൻസ് എന്ന് പറയുന്ന ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു പീരിയഡിലാണ് കൂടുതൽ ഒരു ഡിപ്രഷൻ ലെവലിലേക്കൊക്കെ പോകുന്നത്. നമുക്കിപ്പോ പുതുതായി നമ്മൾ കേൾക്കുന്ന ഒരു വേർഡ് ഉണ്ട് അല്ലെ, മൂഡ് സിങ്സ് അല്ലെ. ഇപ്പത്തെ തലമുറ കേൾക്കുന്ന മൂഡ് സിങ്സ് എന്താണ് അവൾക്ക് ചോദിച്ചാൽ അപ്പൊ പറയും മൂഡ് സിങ്സ് ആണെന്ന് പറയും അല്ലെ. കൗമാരക്കാരുടെ പ്രത്യുൽപാദനാരോഗ്യ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഫോർ അഡോളസെൻസ് എന്ന പേരിൽ ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 9, 10 ക്ലാസുകളിലെ കുട്ടികൾക്കായാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. കൗമാരപ്രായത്തിൽ ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ, വ്യക്തിശുചിത്വം, ആരോഗ്യകരമായ ജീവിതശൈലി, സുരക്ഷിതവും ആരോഗ്യപരവുമായ തീരുമാനങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായ ക്ലാസ് നൽകി. ഹെൽത്ത് പോയിന്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഗൈനക്കോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ നഹീദ മുഹമ്മദ് ക്ലാസ് നയിച്ചു. ഈ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? ഇതൊരു ഗ്രോയിങ് പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞു കുറെ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ ഉണ്ട്. ഈ പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളൊക്കെ ഇപ്പൊ ഈ ഒരു പ്യൂബർട്ടി ഫേസിലൂടെയാണ് പോണത്. വാട്ട് ഈസ് പ്യൂബർട്ടി? അതായത് നമ്മളെ ബോഡിയിൽ നമുക്കറിയാം ആ ചേഞ്ചസ് എല്ലാം ഞാൻ പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് ഈ പ്യൂബർട്ടി സമയത്ത്, മെന്റൽ, ഇമോഷണൽ ആൻഡ് സെക്ഷൽ ഗ്രോത്ത്. ഗേൾസിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉണ്ടാവുക? പെട്ടെന്ന് ഉണ്ടാവും ഫ്രണ്ട്സ് ഒക്കെ, ഹൈറ്റ് പെട്ടെന്ന് കൂടും. പൊതുവെ ഒരു 8-10 വയസ്സൊക്കെ ആവുമ്പോ പെട്ടെന്ന് ഒരു ഹൈറ്റ് കൂടുതലുണ്ടാവും. അത് കഴിഞ്ഞ് ഫസ്റ്റ് വരെ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ആണ്. അതായത് ബ്രസ്റ്റിന്റെ അവിടെ ചെറുതായിട്ട് വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങും. പിന്നെ എന്താണ് ഉണ്ടാവുക? പിന്നെ കക്ഷത്തില് രോമ വളർച്ച തുടങ്ങും. പിന്നെ താഴെ ഭാഗത്ത് രോമ വളർച്ച തുടങ്ങും. പിന്നെയാണ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഹൈറ്റ് വെക്കും. ലാസ്റ്റ് ആണ് നമുക്ക് പീരിയഡ്സ് ആവുക. പീരിയഡ്സ് എന്താണെന്ന് അറിയത്തില്ലേ? അപ്പം അതിനാണ് മെനാർക്കി എന്ന് പറയാം. ലാസ്റ്റ് ആണ് നമുക്ക് പീരിയഡ്സ് വരിക. ഇത് എല്ലാം ഒപ്പമല്ല നടക്കുക. ഒരു 4-5 വർഷം, ചിലർക്ക് 2-3 ഇയേഴ്സ് എടുക്കും, ചിലർക്ക് ഒരു 4-5 ഇയേഴ്സിലാണ് ഇതെല്ലാം നടക്കുക. അത് പെട്ടെന്നല്ല നടക്കുക. അപ്പൊ നമ്മൾ ബോഡീസിൽ ചേഞ്ചസ് വരുമ്പോ തന്നെ, ഇപ്പൊ ഞാൻ പറഞ്ഞു ബ്രസ്റ്റ് ഡെവലപ്മെന്റ് തുടക്കത്തിലേ വരും. അപ്പൊ തന്നെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ പാരന്റ്സിന്റെ അടുത്തോ ടീച്ചേഴ്സിന്റെ അടുത്തോ ഒക്കെ ചോദിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ആങ്ഷ്യസ് ആയിട്ട് ഇരിക്കുന്നേക്കാളും അറിഞ്ഞിരിക്കുമ്പോ പെട്ടെന്ന് പീരിയഡ്സ് ഒക്കെ ആവുമ്പോ ചിലർക്ക് പേടിയാവും. അപ്പം അതിനെക്കുറിച്ചൊക്കെ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് കുറച്ചുകൂടെ അതിന് റെഡി ആയിട്ട് ഇരിക്കാൻ പറ്റും. 300-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടി മികച്ച പ്രതികരണമാണ് നേടിയത്. സമൂഹത്തിൽ ആരോഗ്യബോധം വളർത്തുന്നതിനും ശരിയായ ആരോഗ്യ വിദ്യാഭ്യാസം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനുമുള്ള ഹെൽത്ത് പോയിന്റിന്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ സംരംഭം സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് റഹീം പറക്കാടൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ വിനോദ് O, ഹെൽത്ത് പോയിന്റ് MD ഫൈസൽ, ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ സുരേഷ് K, ഹെൽത്ത് പോയിന്റ് സ്റ്റാഫ് കാവ്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.